ഒന്നോ രണ്ടോ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയെന്ന പതിവ് ശൈലിയല്ല തൃശൂരിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയും BJPയും സ്വീകരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ വളരെ നേരത്തെ തന്നെ കളത്തിലിറക്കി. പ്രധാനമന്ത്രി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തൃശൂരിലെത്തി. ഓരോ സന്ദർശനവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമാകും വിധമാണ് ക്രമീകരണങ്ങൾ. ഹിന്ദു വോട്ടുകൾ പരമാവധി സമാഹരിക്കുകയും ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഹിതം നേടിയെടുക്കുകയുമാണ് ലക്ഷ്യം. പൈസ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണ തുപ്പിയോ സ്വർണ്ണ പ്രതിമയോ എന്തുണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ടൊന്നും തൃശ്ശൂരിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി കരുതണ്ട. ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള BJP ശ്രമത്തെ മണിപ്പൂർ സംഭവം ഓർമ്മിപ്പിച്ച് ചെറുക്കുകയാണ് കോൺഗ്രസ്. നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ നേരിട്ട് നടക്കുന്ന പോരാട്ടം എന്ന നിലയിലാണ് തൃശൂരിലെ മത്സരത്തെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി. ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ്. LDF സ്ഥാനാർത്ഥിയായി തൃശൂരിൽ ആരെത്തുമെന്നാണ് ഇനി അറിയേണ്ടത്. KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ എന്നീ പേരുകളാണ് CPIയുടെ പരിഗണനയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.